എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുവാദവും അനുഗ്രഹവും നൽകണേയെന്ന് ഭഗവാന്റെ തൃപാദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 21. അപ്പോൾ മൈത്രേയ മഹർഷി വിതുരർക്ക് ഭഗവത് ചരിതം പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. ബ്രഹ്മദേവനിലൂടെ നടത്തുന്ന സൃഷ്ടികർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്വയംഭൂവ മനുവും ശതരൂപയും ഒരു സ്ത്രീ പുരുഷ ഇണചേരുന്നതിലൂടെ എങ്ങനെയാണ് സൃഷ്ടി നടന്നത് അതിനെക്കുറിച്ചാണ് 21ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു സ്വയംഭൂവ മനുവിനും ശതരൂപയ്ക്കും 2 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നത്. അതിൽ ഉത്താനപാത മഹാരാജാവും പ്രിയവ്രത മഹാരാജാവും വളരെ ഭംഗിയായിട്ട് അവർ രാജ്യം ഭരിച്ചു. അതിൽ 3 പെൺകുട്ടികൾ പെടുന്നത് ആ 3 പെൺകുട്ടികളിലെ ദേവഹൂതി, ആഹൂതി, പ്രസൂതി. ദേവഹൂതിയെ മഹായോഗിയായിട്ടുള്ള കർദമമുനിയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ അവരിലൂടെയൊക്കെ എങ്ങനെയാണ് സൃഷ്ടി നടന്നത് എന്ന് ചോദിച്ചപ്പോൾ മൈത്രേയ മഹർഷി അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മുനിയോട് ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുൻപ് തപസ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തപസ് അനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ ആ കഠിനമായ തപസ്സിൽ പ്രസാദിച്ച് ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകി. അപ്പോൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് കർദമ മഹർഷി പറഞ്ഞ ആവശ്യം തന്നിൽ നിക്ഷിപ്തമായി ജന്മത്തിലെ കർമ്മം സൃഷ്ടി നടത്തുക എന്നുള്ളതാണ്. അതിന് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ പത്നിയായി നൽകണം എന്നായിരുന്നു ഭഗവാന്റെ മുന്നിൽ വെച്ച തൻ്റെ ആഗ്രഹം. അതായിരുന്നു കർദമ മഹർഷി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, തന്നെ മുനിയുടെ മനസ്സിലുള്ള ആഗ്രഹം മുന്നേ തന്നെ ഞാൻ അറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നു. മറ്റന്നാൾ ഇതേ സ്ഥലത്ത് ഇന്ന് ഭൂമിയുടെ സമ്രാട്ടായിരിക്കുന്ന സ്വയംഭൂവ മനുവും അദ്ദേഹത്തിൻ്റെ പത്നിയും മകളും ഒന്നിച്ച് ഈ ആശ്രമത്തിലേക്ക് വന്നെത്തും. അദ്ദേഹത്തിൻ്റെ മകളെ ദേവഹൂതി അവരെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരും. അവൾ അഷ്ടാംഗയോഗ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ ഒരു സ്ത്രീരത്നമാണ്. അവൾ അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ കർദമ മഹർഷി ആ ആശ്രമത്തിൽ തന്നെ അപ്പോൾ സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ബിന്ദു സരസ് എന്ന് പറയുന്ന സരസ് തടാകം, അതിൻ്റെ അടുത്തുള്ള ഒരു തീരത്താണ്, ആശ്രമത്തിലാണ് കർദമ മഹർഷി താമസിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് സ്വയംഭൂവ മനു വരുന്നതും കാത്തിട്ട് അദ്ദേഹം അങ്ങനെ കർദമ മുനി അവിടെ തന്നെ കഴിച്ചുകൂട്ടെ. അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ടത് ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ സ്വയംഭൂവ മനുവും പത്നിയും മകളും കൂടി ഒരു രഥത്തിൽ ആശ്രമത്തിൽ വന്നതാണ്. ആ എത്തി എന്നുള്ള ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. ഇനി അടുത്തത് വരുന്നത് 38ഉം 39ഉം ശ്ലോകങ്ങൾ. തൃതീയ സ്കന്ധത്തിലെ 21ാമത്തെ അധ്യായത്തിൽ 38ഉം 39ഉം ശ്ലോകം ഒരുമിച്ചാണ്. അപ്പോൾ അവർ ആശ്രമ പരിസരത്ത് എത്തി എന്ന് പറഞ്ഞു. ഈ 2 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്, അപ്പോൾ ആ ആശ്രമം നിൽക്കുന്നത് ഒരു തടാകത്തിൻ്റെ തീരത്താണ്. ബിന്ദു സരസ് എന്നാണ് ആ തടാകം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ തടാകത്തിന് ബിന്ദു സരസ് എന്ന് പേര് വരാൻ കാരണം? അത് ഇത്ര പാവനമായ ഒരു സ്ഥലമായി മാറാനുള്ള കാരണം എന്ത്? അതിൻ്റെ ഉത്തരമാണ് അതാണ് ഈ 38, 39 ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇപ്പം ശ്ലോകം 38: യസ്മിൻ ഭഗവതഃ നേത്രാത് നൃപതൻ അശ്രുബിന്ദവഃ കൃപയാ സംപരീതസ്യ പ്രപന്നേ അർപ്പിതയാ വൃശം
തത് വൈ 39 തത് വൈ ബിന്ദുസരഃ നാമ സരസ്വത്യാ പരിപ്ലുതം പുണ്യം ശിവാമൃതം ജലം മഹർഷി ഗണസേവിതം യസ്മിൻ ഭഗവതഃ നേത്രാത് നൃപതൻ അശ്രുബിന്ദവഃ കൃപയാ സംഭരീതസ്യ പ്രപന്നേ അർപ്പിതയാ വൃശം തത് വൈ ബിന്ദുസരഃ നാമ സരസ്വത്യാ പരിപ്ലുതം പുണ്യം ശിവാമൃതം ജലം മഹർഷി ഗണസേവിതം. യസ്മിൻ എന്ന് വെച്ചാൽ ഏതൊരു സരസാണ് ഭഗവതഃ ഭഗവാന്റെ നേത്രാത് കണ്ണിൽ നിന്നും നൃപതൻ എന്ന് വെച്ചാൽ പതിക്ക അശ്രുബിന്ദവഃ കണ്ണീർത്തുള്ളി ഭഗവാന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീർത്തുള്ളി ഏതൊരു സരസിലാണോ പതിച്ചത് അത് എന്തിനാണ് ആ കണ്ണീർത്തുള്ളി വന്നത്? കൃപയാ സംഭരീതസ്യ ഭക്തനോടുള്ള കാരുണ്യം കൊണ്ട് വികാരഭരിതനായിട്ട് പ്രപന്യെ അർപ്പിതയാ വൃശം പ്രപന്യെ തൻ്റെ തൃപ്പാദങ്ങളിൽ പൂർണ്ണ അർപ്പണം ചെയ്ത ഭക്തനോട് അർപ്പിതയാ വൃശം പൂർണ്ണമായും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തൻ്റെ തൃപ്പാദങ്ങളിൽ പൂർണ്ണ അർപ്പണം ചെയ്ത് നിൽക്കുന്ന ഒരു ഭക്തനെ കാണുമ്പോൾ ഭഗവാൻ അങ്ങ് വികാരഭരിതനാവുകയാണ്. ഭഗവാന്റെ ഉള്ളിൽ ആ ഭക്തനോടുള്ള കാരുണ്യവും സ്നേഹവും നിറഞ്ഞിട്ട് ആ വികാരത്താൽ ആ സ്നേഹം കൊണ്ട് ഭഗവാന്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ തുള്ളി പതിച്ച സരസാണ് തത് വൈ ആ സരസാണ് ബിന്ദുസരഃ നാമ ബിന്ദു സരസ് എന്നറിയപ്പെടുന്നത്. അത് സരസ്വത്യാ പരിപ്ലുതം സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ സരസ്വതി നദി നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന വെള്ളമാണ് ഈ ബിന്ദു സരസിൽ നിറയുന്നത്. അങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന പുണ്യം അത്രയും പുണ്യമുള്ള ശിവാമൃതം ജലം ശിവം എന്ന് വെച്ചാൽ മംഗളം അത്രയും പാവനമായ അമൃതതുല്യമായ ജലമാണ് അതിലുള്ളത്. മഹർഷി ഗണസേവിതം എല്ലാ മഹർഷിമാരാലും സേവിക്കപ്പെടുന്നതുമാണ് ആ സരസ്. അപ്പോൾ ആ ബിന്ദു സരസിൻ്റെ ഈ ആശ്രമം നിൽക്കുന്ന സ്വയംഭുവമനു വന്ന് എത്തിയ ആശ്രമ പരിസരത്തിൻ്റെ മനോഹാരിതയെ പവിത്രതയെയാണ് തുടർന്നുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ബിന്ദു സരസിനെ കുറിച്ച് പറഞ്ഞതാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തനെ കാണുമ്പോൾ ഭഗവാൻ അങ്ങ് കാരുണ്യം കൊണ്ട് വികാരഭരിതനായിട്ട് ആ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ആ കണ്ണിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുള്ളി പതിച്ച സരസാണ്. അതുകൊണ്ടാണ് അത് ആ സരസ് ബിന്ദു സരസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പാവനമായ അമൃതതുല്യമായ ജലമാണ്, തീർത്ഥം പോലെയുള്ള ജലമാണ് ആ സരസിലുള്ളത്. എല്ലാ യോഗികളാലും സേവിക്കപ്പെടുന്ന ജലമാണ് ആ സരസിലെ. അപ്പോൾ ആ സരസിൻ്റെ പ്രാധാന്യമാണ് 38ഉം 39ഉം ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇനി 40ാമത്തെ ശ്ലോകം. ആ ആശ്രമ പരിസരം അവിടെയുള്ള വൃക്ഷങ്ങൾ പക്ഷിമൃഗാദികൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് 40, 41, 42 ശ്ലോകങ്ങളിലൊക്കെ വർണ്ണിക്കുന്നത്. ശ്ലോകം 40. പുണ്യദ്രുമ ലതാജാലേ കുജത് പുണ്യ മൃഗധ്വജേ സർവ ഋതു ഫല പുഷ്പാഢ്യാം വനരാജി ശ്രീയാന്വിതം. പുണ്യദ്രുമാലതാജലൈ കുജത് പുണ്യ മൃഗദ്വിജൈ സർവ ഋതു ഫല പുഷ്പാഢ്യം വനരാജി ശ്രീ അന്വിതം. പുണ്യദ്രുമം പുണ്യം ചെയ്ത വൃക്ഷങ്ങളാണെന്ന് ആ ആശ്രമത്തിൻ്റെ പരിസരത്തുള്ളത്. ലതാജാലേ അതേപോലെ പുണ്യം ചെയ്ത വള്ളിച്ചെടികൾ. കുജത് പുണ്യ മൃഗധ്വജൈ അതായത് പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന പക്ഷിമൃഗാദികൾ ധാരാളമുണ്ടെന്ന് ആ ആശ്രമ പരിസരത്ത്. അതാണ് പുണ്യം ചെയ്ത മൃഗങ്ങളും ദ്വിജൈ എന്ന് വെച്ചാൽ പക്ഷികളും കുജത്ത് അവയുടെ ശബ്ദങ്ങൾ ഇങ്ങനെ നന്നായി കേൾക്കാം ആ ആശ്രമ പരിസരത്ത്. പിന്നെ സർവ്വ ഋതു ഫലപുഷ്പാഢ്യം എല്ലാ കാലത്തും എല്ലാ ഋതുവിലും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന പുഷ്പങ്ങളും ഫലവൃക്ഷങ്ങളും നിറഞ്ഞ വനരാജി വനവൃക്ഷങ്ങളാൽ മനോഹരമായ മനോഹരമായ ആശ്രമ അന്തരീക്ഷം ശ്രീ അന്വിതം എന്ന് പറയുന്നത്. അപ്പോൾ പുണ്യം ചെയ്ത വൃക്ഷങ്ങൾ അതുപോലെ വള്ളിച്ചെടികൾ പല വിധത്തിലുള്ള പക്ഷിമൃഗാദികളുടെ നാനാവിധത്തിലുള്ള ശബ്ദങ്ങൾ ഏതു കാലത്തും പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഫലവൃക്ഷങ്ങളും പുഷ്പലതാദികളും അതുകൂടാതെ അങ്ങനെ വനവൃക്ഷങ്ങളാൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ആശ്രമ പരിസരം. ഇനി പക്ഷികൾ അവിടെയുള്ള പല വിധത്തിലുള്ള പക്ഷികളുടെ ശബ്ദങ്ങളും അവിടെ കേൾക്കാം. അതാണ് 41 പറയുന്നത്. മത്തദ്വിജഗണേ
ഗുഷ്ടം മത്ത ഭ്രമര വിഭ്രമം മത്ത ബർഹി നട ആടോപം ആഹ്വയത് മത്ത കോകിലം മത്ത ദ്വിജഗണൈ ഗുഷ്ടം മത്ത ഭ്രമര വിഭ്രമം മത്ത ബർഹി നട ആടോപം ആഹ്വയത് മത്ത കോകിലം മത്ത ദ്വിജയ് സന്തോഷം, മത്ത് പിടിക്കുന്ന പോലെ അത്രയ്ക്ക് ആനന്ദത്തോട് കൂടിയിട്ട് ദ്വിജഗണേ പക്ഷികളുടെ കൂട്ടം ഗുഷ്ടം ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്ന്. അതായത് ആ ആശ്രമ പരിസരത്തുള്ള വൃക്ഷങ്ങൾ വരെ പുണ്യം ചെയ്തതാ, പക്ഷി മൃഗാദികളും പുണ്യം നിറഞ്ഞതാ, അല്ലെങ്കിൽ അവർ ആ ആശ്രമ പരിസരത്ത് വന്നെത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെ അത്രയും ആനന്ദമാണ്, വൃക്ഷങ്ങളൊക്കെ പുഷ്പിക്കുന്നു, കാക്കുന്നു, പക്ഷി മൃഗാദികളൊക്കെ സന്തോഷം കൊണ്ട് ശബ്ദം പുറപ്പെടുവിക്കുന്നു. അത് ആനന്ദമാണ് അവിടെ പറയുന്നത്. അത് അത്രയും ആനന്ദകരമായ ഒരു അവസ്ഥയാണ് ആ ആശ്രമ അന്തരീക്ഷത്തിലുള്ളത്, അത്രയും പാവനമായ മണ്ണ്. അവിടെ അത്രമാത്രം ആനന്ദത്തോടു കൂടി പക്ഷികളുടെ കൂട്ടങ്ങൾ ശബ്ദം പുറപ്പെടുവിക്കുന്നു. മത്ത ഭ്രമര വിഭ്രമം, തേനീച്ചകൾക്ക് ഇത്രയ്ക്ക് മത്ത് പിടിക്കുക, തേൻ കുടിച്ച് മത്ത് പിടിച്ച തേനീച്ചകളുടെ മൂളൽ ശബ്ദം, അതും അവിടെ ഇങ്ങനെ നന്നായി കേൾക്കാം. മത്ത ബർഹി നട ആടോപം, മത്ത് പിടിച്ച ആനന്ദം കൊണ്ട് ബർഹി മയിലുകൾ നട ആടോപം ആനന്ദകരമായി നൃത്തം ചെയ്യുന്നു. മത്ത കോകിലം അഹ്വയത്ത് മത്ത കോകിലം. കോകിലം എന്ന് വെച്ചാൽ കുയിലുകൾ ഇങ്ങനെ കുയിലുകൾ, ബർഹി എന്ന് പറയുമ്പോൾ കുയിലുകൾ, ബർഹി എന്ന് വെച്ചാൽ മയിലുകൾ ഇങ്ങനെ നൃത്തം ചെയ്യുന്നു. കുയിലുകൾ, കോകിലം എന്ന് വെച്ചാൽ കുയിലുകൾ ഇങ്ങനെ, അഹ്വയത്ത് എന്ന് വെച്ചാൽ പരസ്പരം അന്യോന്യം ഉറക്കെ പാട്ടുകളിങ്ങനെ പാടുന്നു കുയിലുകൾ. അതാണ് പറയുന്നത് ആശ്രമ അന്തരീക്ഷത്തിലെ ആനന്ദം കൊണ്ട് പക്ഷികളുടെ കൂട്ടം ശബ്ദം പുറപ്പെടുവിക്കുന്നു, തേനീച്ചകളുടെ കൂട്ടം മൂളി നടക്കുന്നു, ആനന്ദത്താൽ മയിലുകൾ നൃത്തം വയ്ക്കുന്നു, കുയിലുകൾ പരസ്പരം പാട്ടുകൾ പാടുന്നു. അത്രയും മനോഹരമായ ആനന്ദകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ആ ആശ്രമത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നത്. ഇനി ശ്ലോകം 42, 43 പുഷ്പങ്ങൾ. അവിടെ ആ ആശ്രമ പരിസരത്തുണ്ടാകുന്ന പുഷ്പങ്ങൾ എന്തൊക്കെയാണ്, ചെറിയ ചെറിയ മൃഗങ്ങൾ, ജീവികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. കദംബ, ചമ്പക, അശോക, കരഞ്ച, ബകുളാസനൈ, കുന്ദ, മന്ദാര, കുടജൈ, ചൂതബോധൈ അലംകൃതം, കരാണ്ഡവൈഹി പ്ലവൈഹി ഹംസൈഹി കുരൈഹി ജലകുക്കുടൈഹി സാരസൈ ചക്രവാകൈശ്ച ചകോരൈഹി വൽഗു പൂജിതം. കദംബ, ചമ്പക, അശോക, കരഞ്ച, ബകുളാസനൈ, കുന്ദ, മന്ദാര, കുടജൈ, ചൂതബോധൈ അലംകൃതം, കാരണ്ഡവൈഹി പ്ലവൈഹി ഹംസൈഹി കുരൈഹി ജലകുക്കുടൈഹി സാരസൈ ചക്രവാകൈശ്ച ചകോരൈ വൽഗു പൂജിതം. അതായത് കദംബം, അവിടെയുള്ള പുഷ്പങ്ങളുടെ പേരുകളാണ് അവിടെ പറയുന്നത് കേട്ടോ. ആ ബിന്ദു സരസിൻ്റെ തീരത്തുള്ള ആശ്രമ അന്തരീക്ഷത്തിലുള്ള പുഷ്പങ്ങൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. കദംബ പുഷ്പങ്ങൾ, ചമ്പക പുഷ്പങ്ങൾ, അശോക പുഷ്പങ്ങൾ, കരഞ്ച പുഷ്പങ്ങൾ, ബകുല എന്ന പുഷ്പങ്ങൾ എന്നിങ്ങനെയുള്ള പുഷ്പവൃക്ഷങ്ങളും, പിന്നെ കുന്തം എന്ന് വെച്ചാൽ മുല്ല, മന്ദാരം, കുടജ വൃക്ഷങ്ങൾ, പിന്നെ ചൂതബോധം എന്ന് വെച്ചാൽ തൈമാവുകൾ, ചെറിയ തൈമാവുകളാൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ആശ്രമാന്തരീക്ഷം. അപ്പോൾ പുഷ്പങ്ങളും മാവുകളും, കദംബ പുഷ്പം, ചമ്പക പുഷ്പം, അശോകം, കരഞ്ചം, ബകുലം, കുന്തം എന്ന് വെച്ചാൽ മുല്ലപ്പൂവ്, മന്ദാരം, പിന്നെ കുടജ വൃക്ഷങ്ങൾ, തൈമാവുകളാൽ അലങ്കരിക്കപ്പെട്ട ആശ്രമാന്തരീക്ഷം. ഇനി അവിടെയുള്ള കൊച്ചു മൃഗങ്ങൾ, അതായത് കാരണ്ഡവൈ എന്ന് വെച്ചാൽ ഒരുതരം പ്രത്യേകതരം താറാവുകൾ, പ്ലവൈഹി എന്ന് വെച്ചാൽ കോഴിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരുതരം ജീവി, ഹംസ എന്ന് വെച്ചാൽ അരയന്നങ്ങൾ, കുരരൈ എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ പ്രത്യേകതരം കോഴികൾ, ജലകുക്കുടൈ എന്ന് വെച്ചാൽ ജലപക്ഷികൾ, സാരസൈ എന്നാൽ കൊറ്റികൾ, ചക്രവാക പക്ഷികൾ, ചകോര പക്ഷികൾ എന്നിവയെല്ലാം വൽഗു സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പൂജിതം പക്ഷികൾ അവയുടെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. അത്യധികം ആനന്ദത്തോടുകൂടി പക്ഷികളൊക്കെ ഇങ്ങനെ അവയുടെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ആ ആശ്രമാന്തരീക്ഷത്തിൽ നടന്നു. അപ്പോൾ സ്വയംഭൂവമനു വന്നിറങ്ങിയ ആശ്രമ അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി അതുമാത്രമല്ല, ഈ മൃഗങ്ങൾ മാത്രമല്ല, 44 തഥായേവ ഹരിണൈ ക്രോഡൈ ശ്വാവിദ് ഗവയ കുഞ്ചരൈഹി ഗോപുശ്ചൈ ഹരിഭിഹി മർക്കൈ നകുലൈ നാഭിഭിഹി വൃതം.
തഥായേവ ഹരിണൈ ക്രോഡൈ ശ്വാവിദ് ഗവയ കുഞ്ചരൈഹി ഗോപുശ്ചൈ ഹരിഭിഹി മർക്കൈ നകുലൈ നാഭിഭിഹി വൃതം. തഥായേവ എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ മൃഗങ്ങൾ മാത്രമല്ല, അതുപോലെ. തഥാവ എന്ന് വെച്ചാൽ അതുപോലെ. ഹരിണൈ, ഹരിണൈ എന്ന് വെച്ചാൽ കലമാനുകൾ, ക്രോഡൈ എന്ന് വെച്ചാൽ വരാഹങ്ങൾ, ശ്വാവിദ് മുള്ളംപന്നി, ഗവയ പശുവിനെ പോലെയുള്ള മൃഗങ്ങൾ, കുഞ്ചരൈ ആനകള്, ഗോപുശ്ചൈ വാലില്ലാ കുരങ്ങന്മാര്, ഹരിഭിഹി സിംഹങ്ങള്, മർക്കൈ കുരങ്ങന്മാർ, നകുലൈ കീരികള്, നാഭിഭി കസ്തൂരിമാനുകൾ, വൃതം ഇവയാൽ ചുറ്റപ്പെട്ടതായിരുന്നു ആ ആശ്രമാന്തരീക്ഷം. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള പാവനമായ ആനന്ദം നിറഞ്ഞു തുളുമ്പുന്ന ആ ആശ്രമത്തിൻ്റെ അടുത്തേ സമീപത്തേക്കാണ് സ്വയംഭുവ മനു ശതരൂപയും മകളോട് കൂടിയിട്ട് വന്നെത്തിയത്. ഇനി അവർ വന്ന് നോക്കിയപ്പോൾ കാണുന്നത് കർദമ മഹർഷിയാണ്, അല്ലേ? കർദമ മുനിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം കാണുന്ന അവസ്ഥയെയാണ് 45, 46, 47 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അപ്പം നമ്മുടെ പുസ്തകത്തിൽ അത് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് വായിക്കാം. അപ്പോൾ അവർ വന്നിറങ്ങിയിട്ട് നോക്കുമ്പോൾ കർദമ മഹർഷിയെ കാണുന്നു. അവർ കാണുന്ന മഹർഷിയുടെ രൂപം അതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 45 പ്രവിശ്യ തത് തീർത്ഥവരം ആദിരാജ സഹ ആത്മജഃ ദദർശ മുനി ആസീനം തസ്മിൻ ഹുദഹുദാശനം. ഇനി 46 വിദ്യോതമാനം വപുഷ തപസി ഉഗ്രയുജ ചിരം ന അധിക്ഷാമം ഭഗവതഃ സ്നിഗ്ധാഭാംഗ അവലോകനാത് തദ് വ്യാഹൃതം അമൃതകലാ പീയൂഷ ശ്രവണേന ച. ഇനി 47 പ്രാംശും പത്മപലാശാക്ഷം ജഡിലം ചീരവാസസം ഉപസംശ്രിത്യ മലിനം യദാർഹണം അസംസ്കൃതം. പ്രവിശ്യ തത് തീർത്ഥവരം ആദിരാജ സഹാത്മജഃ ദദർശ മുനിമാസീനം തസ്മിൻ ഹുദഹുദാശനം വിദ്യോതമാനം വപുഷ തപസി ഉഗ്രയുജാചിരം ന അതിക്ഷാമം ഭഗവതഃ സ്നിഗ്ധാഭാംഗ അവലോകനാത് തദ് വ്യാഹൃതം അമൃതകലാ പീയൂഷ ശ്രവണേന ച പ്രാംശു പത്മപലാശ അക്ഷം ജഡിലം ചീരവാസസം ഉപസംശ്രിത്യ മലിനം യദാർഹണ അസംസ്കൃതം. പ്രവേശിച്ചു. തത് തീർത്ഥവരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അത്രയ്ക്കും പാവനമായ ആ ഒരു പുണ്യ ആശ്രമ പരിസരത്തിലേക്ക് ആദിരാജ, ഏറ്റവും ആദ്യത്തെ സമ്രാട്ടായിട്ടുള്ള സ്വയംഭുവ മനു സഹ കൂടെ ആത്മജ സ്വന്തം പുത്രിയോടൊപ്പം ആ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചിട്ട് മുനി ദദർശ കർദമ മുനിയെ അവർ കണ്ടുവെന്ന്. ആസീനം എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുന്ന, തസ്മിൻ അവിടെ, ഹുദഹുദാശനം ഒരു മുനി ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും യഥാവിധി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആശ്രമത്തിൻ്റെ സമീപത്തേക്ക് ആ ആശ്രമത്തിൽ ആസീനം സ്ഥിതി ചെയ്യുന്ന കർദമ മുനിയെ അവർ കണ്ടുവെന്ന്. ഇപ്പം നേരത്തെ പറഞ്ഞ അത്രയും പാവനമായ ആ ഒരു ആശ്രമ പരിസരത്തിലേക്ക് ഏറ്റവും ആദ്യത്തെ സമ്രാട്ടായിട്ടുള്ള സ്വയംഭുവ മനു മകളോടൊപ്പം ആ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു മുനി ചെയ്യേണ്ടതായ കർമ്മങ്ങൾ യഥാവിധി ചെയ്തു പോകുന്ന, അങ്ങനെ ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അതിൻ്റെതായ പരിശുദ്ധി തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ചെയ്തു പോകുന്ന ആ ആശ്രമത്തിൽ വസിക്കുന്ന കർദമ മുനിയെ അവർ കണ്ടു. ഇനി അവർ കണ്ട മുനിയുടെ രൂപം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. വിദ്യോതമാനം പ്രകാശിച്ച് തേജസ്സോടുകൂടി നിൽക്കുന്ന വപുഷ ശരീരം, തപസി ഉഗ്രയുജ ചിരം തപസ് ചെയ്തു, ഉഗ്രയുജ അതികഠിനമായിട്ട്, ചിരം ദീർഘകാലം, ദീർഘകാലം തപസ് ചെയ്തിട്ടും യാതൊരുവിധ അതിൻ്റെ ഒരു ക്ഷീണമോ ഒന്നും ബാധിക്കാതെ അത്രമാത്രം പ്രകാശിച്ച് തേജസ്സോടുകൂടി നിൽക്കുന്ന ശരീരമായിരുന്നു അവർ കണ്ടത്. ഇത്രയും വർഷത്തെ കഠിന തപസ് ചെയ്തിട്ട് കൂടി ഇത്രയ്ക്ക് തേജസ്സോടുകൂടി നിൽക്കുന്ന ശരീരത്തെ അവർ കണ്ടു. ഇനി അതിൻ്റെ കാരണമാണ് പറയുന്നത്. ഭഗവതഃ സ്നിഗ്ധ അഭാംഗ അവലോകനാത്. ഭഗവാൻ ദർശനം കൊടുത്തപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിരുന്നു, കർദമ മുനിയെ കണ്ട സ്നേഹത്തോടുകൂടി ഭഗവാൻ ഒന്ന് നോക്കിയെന്ന്, അല്ലേ? അപ്പം അതാണ് പറയുന്നത്, ഭഗവാന്റെ കാരുണ്യം നിറഞ്ഞ അഭാംഗ അവലോകനാത്ത് കടക്കണ്ണോട്ടം തട്ടിയിട്ടും തത് വ്യാഹൃതം, അതായത് ഭഗവാന്റെ വാക്കുകൾ, അമൃത കലാ പീയൂഷ ശ്രവണേന, അമൃതതുല്യമായ ഭഗവാന്റെ വാക്കുകൾ
വാക്കുകൾ ചെവിയിലൂടെ ശ്രവിച്ചപ്പോഴും അതുമൂലം അതിക്ഷാമം എന്ന് വെച്ചാൽ ഒട്ടും ക്ഷീണം ഉണ്ടായിരുന്നില്ല. ഇത്രയും കഠിന തപസ് ചെയ്തിട്ടും ഇത്രയും ദീർഘകാലം ചെയ്തിട്ടും കർദമ മഹർഷിക്ക് ആ കാണുമ്പോൾ അത്ര വല്ലാത്തൊരു ക്ഷീണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ബാധിച്ചിരുന്നില്ല. കാരണം ആ ശരീരത്തിലെ കണ്ണുകൾ ഭഗവാന്റെ കടാക്ഷ വീക്ഷണാണ് ആ ശരീരത്തിലേക്ക് തട്ടിയത്. അതുപോലെ ഭഗവാന്റെ അമൃതതുല്യമായ വാക്കുകളാണ് ആ ചെവിവാലെ കേട്ടത്. അതോടുകൂടി ആ ശരീരം അത്രമാത്രം തേജസ്സോടുകൂടി, ഒരു ക്ഷീണവുമില്ലാതെ തേജസ്സോടുകൂടി നിൽക്കുന്ന ശരീരമായിരുന്നു അത്. ഇനി അത് മാത്രമല്ല, പ്രാംശും എന്ന് വെച്ചാൽ നല്ല നീളമുള്ള പത്മപലാശ അക്ഷം, താമരപ്പൂവിൻ്റെ ഇതള് പോലെയുള്ള കണ്ണുകളായിരുന്നു കർദമ മുനിയുടെ. ജട ഉണ്ടായിരുന്നു. ചീരവാസസം, കീറിപ്പറഞ്ഞ വസ്ത്രമായിരുന്നു. കാരണം നല്ല രാജകീയമായ താമസമല്ലല്ലോ, പിന്നെ തപസ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു എന്താ പറയുക, മരവുരി പോലെയുള്ള വസ്ത്രം ധരിച്ച് അങ്ങനെ എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയുന്നതാണ് യഥാ എന്ന് വെച്ചാൽ ഏതുപോലെ, അർഹണ അസംസ്കൃതം. അതായത് എന്താ പറയുക, ഒരു തിളക്കമില്ലാതെ ഇരിക്കുന്ന രത്നം എന്നതുപോലെ, മനസ്സിലായോ? മങ്ങിപ്പോയ, അസംസ്കൃതം, മങ്ങിപ്പോയിട്ടിരിക്കുന്ന, കാലപ്പഴക്കം കൊണ്ട് മങ്ങലേറ്റിരിക്കുന്ന ഒരു രത്നം പോലെ, അതാണ് പറയുന്നത് അർഹണം അസംസ്കൃതം യഥാ. അതുപോലെ മലിനം എന്ന് വെച്ചാൽ പൊടിയൊക്കെ പുരണ്ട് കീറിപ്പറഞ്ഞ മരവുരി ധരിച്ച് ജടയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ കർദമ മഹർഷിയെ ഉപസംശ്രിത്യ രാജാവ് സ്വയംഭൂ മനു കണ്ടു എന്ന്. അപ്പോൾ അവർ അവിടെ വന്ന് ആ പാവനമായ തീരത്ത്, ആശ്രമ പരിസരത്ത്, ബിന്ദു സരസിൻ്റെ തീരത്ത് അവർ വന്നപ്പോൾ അവിടെ സ്വയംഭൂ മനുവും മകളും ആശ്രമത്തിലെത്തിയപ്പോൾ അവിടെ യഥാവിധി ഒരു മുനിയുടെ എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് ആ ആശ്രമത്തിൽ വസിച്ചു വരുന്ന കർദമ മഹർഷിയെ കണ്ടു. ദീർഘകാലത്തെ ഉഗ്ര തപസ് ചെയ്തിട്ടും ശരീരത്തിനൊരു ക്ഷീണം ബാധിക്കാതെ ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും മധുരമായ വാക്കുകൾ ചെവിയാലെ ശ്രവിച്ചതിനാലും അത്രയും തേജസ്സുറ്റൊരു ശരീരമായിരുന്നു അവർ കണ്ടത്. നീളമുള്ള താമരപ്പൂവിൻ്റെ ഇതള് പോലെയുള്ള കണ്ണുകളും ജടാധാരിയും മരവുരിയും ധരിച്ച് ഒരു മഞ്ഞലേറ്റിരിക്കുന്ന രത്നം പോലെ. അപ്പോൾ നമ്മളിങ്ങനെ പോളിഷ് ചെയ്യുമ്പോഴാണല്ലോ ശരീരത്തിൻ്റെ ആ രത്നത്തിന് തിളക്കം കൂടുക. രത്നത്തിന് വാല്യൂ ഉണ്ട്, പക്ഷേ അത് മൂടി ഇങ്ങനെ എന്താ പറയുക, തേച്ചു മിനുക്കാതെ ഇരിക്കുന്ന ഒരു വിളക്ക് പോലെ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം മിനുക്കി വെക്കുമ്പോൾ അത് ഭയങ്കര ഭംഗിയായിരിക്കും, എടുത്തതിൻ്റെ നല്ല പ്രകാശിച്ച് നിൽക്കും. അല്ലെങ്കിൽ അതിങ്ങനെ കളറൊക്കെ മങ്ങിയിരിക്കുന്നത് പോലെ. അതാണ് ഉദാഹരണം. ശരിക്ക് വളരെ തേജസ്സോടു കൂടിയാണ് നിൽക്കുന്നത്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓറ, ആ സൂക്ഷ്മ ശരീരം, പക്ഷേ ആ സ്ഥൂല ശരീരം തേച്ചു മിനുക്കാതെ ഇത്രയും കഠിന തപസ് ചെയ്തതിൻ്റെ അതുപോലെ മിനുക്കാതെ ഇരിക്കുന്ന ഒരു രത്നം പോലെയുള്ള ആ ശരീരം, ആ രൂപത്തെ, ആ കർദമ മഹർഷിയെ സ്വയംഭൂ മനുവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കണ്ടു. ശ്ലോകം 48. അഥാ ഉടജം ഉപായാദം നൃദേവം പ്രണതം പുരഃ സപര്യയാ പരിഗ്രഹണാത് പ്രതിനന്ദ്യ അനുരൂപയ. അതാ, അപ്പോൾ അവരിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഉടജം എന്ന് വെച്ചാൽ തൻ്റെ പർണശാലയിൽ കർദമ മഹർഷി രാജാവ് വരുന്നത് കണ്ടപ്പോൾ തൻ്റെ പർണശാലയിൽ ഉപായാദം വരുന്നത് കണ്ടപ്പോൾ നൃദേവം എന്ന് വെച്ചാൽ എന്താ പറയുക, ആ പ്രജാപതി, മനുഷ്യരുടെ ദേവനായിട്ടുള്ള പ്രജാപതി സ്വയംഭൂവ മനു പുരഹ തൻ്റെ മുന്നിൽ നിന്ന് പ്രണതം നമസ്കരിക്കുന്നതും കണ്ടപ്പോൾ. അപ്പോൾ കർദമ മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് നടന്നു വരുന്ന സ്വയംഭൂവ മനുവിനെ, തൻ്റെ മുന്നിൽ നിന്ന് തന്നെ നമസ്കരിച്ച് തൊഴുതു നിൽക്കുന്ന സ്വയംഭൂവ മനുവിനെ കണ്ടപ്പോൾ പ്രതിനന്ദ്യ തിരിച്ചും അദ്ദേഹത്തെ നമസ്കരിച്ചു. എന്നിട്ട് അനുരൂപയ, അദ്ദേഹം ഒരു സാമ്രാട്ടാണ്, ചെറിയൊരു രാജ്യത്തിൻ്റെ ഭൂമിയുടെ ചക്രവർത്തിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ച വിധത്തിൽ സപര്യയ സൽക്കാരത്തോടെ പര്യഗ്രഹണാത് അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ കർദമ മഹർഷി തൻ്റെ മുന്നിൽ നമസ്കരിച്ച് നിൽക്കുന്ന മനുവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ തിരിച്ചും തൊഴുതിട്ട് അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജ്യമാകുന്ന രീതിയിൽ സത്കാരത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. ശ്ലോകം 49. ഗൃഹീത അർഹണ ആസീനം സംയതം പ്രീണയൻ മുനിഹി സ്മരൻ ഭഗവത് ആദേശം ഇതി ആഹ ശ്ലക്ഷ്ണയാ ഗിര.
ഗൃഹീത അർഹണാസീനം സംയതം പ്രീണയൻ മുനിഃ സ്മരൻ ഭഗവദാദേശം ഇതി ആഹ ശ്ലക്ഷ്ണായ ഗിര. ഗൃഹീത അർഹണം, അതായത് ആ കർദമ മഹർഷി കൊടുത്ത ആ സത്കാരത്തെ സ്വീകരിച്ച്, മനസ്സിലായോ? ഗ്രഹീതം എന്ന് വെച്ചാൽ സ്വീകരിച്ച്, അർഹണം എന്ന് വെച്ചാൽ ആ ആദരവ്, ആ സത്കാരത്തെ സ്വീകരിച്ച്, ആസീനം തൻ്റെ മുന്നിലിരിക്കുന്ന, സംയമം എന്ന് വെച്ചാൽ നിശബ്ദനായിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അത്രയും സൗമ്യഭാവത്തിൽ ശാന്തമായിട്ടിരിക്കുന്ന ആ മനുവിനെ കണ്ടിട്ട് മുനി, കർദമ മുനി പ്രീണയൻ, അതായത് അദ്ദേഹത്തെ സ്വയംഭൂവ മനുവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സ്മരൻ, ഓർത്തുന്ന്, അദ്ദേഹം ഓർത്തുകൊണ്ട്, കർദമ മഹർഷി ഓർത്തു, ഭഗവത് ആദേശം, ഭഗവാന്റെ നിർദ്ദേശം, ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ മറ്റന്നാൾ അവർ വരുന്നത്, അപ്പോൾ ഭഗവാൻ പറഞ്ഞത് മനസ്സിൽ ഇങ്ങനെ ഓർത്തിട്ട് ഇതി ആഹ, ഇപ്രകാരം സ്വയംഭൂവ മനുവിനോട് പറഞ്ഞു. ശ്ലക്ഷ്ണയാ ഗിര, മധുരതരമായ വാക്കുകളാൽ മഹർഷി പറഞ്ഞു. അപ്പം മഹർഷിയുടെ സത്കാരമൊക്കെ സ്വീകരിച്ച് മഹർഷിയുടെ മുന്നിൽ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന, നിശബ്ദനായിരിക്കുന്ന ആ ചക്രവർത്തിയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മനസ്സിൽ ഭഗവാൻ പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് കർദമ മഹർഷി അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതാണ് നമ്മൾ ശ്ലോകം 50 കാണുന്നത്. നൂനം ചംക്രമണം ദേവ സദാം സംരക്ഷണയാ തേ വധായ ച അസദാം യഹ ത്വം ഹരേഹേ ശക്തി ഹി പാലിനി. അതായത് ഹേ ദേവ, അല്ലയോ രാജാവേ, മഹർഷിയാണ് വിളിക്കുന്നത് മനുവിനെ, അല്ലയോ രാജാവേ, സദാം സംരക്ഷണയാ തേ ചക്രമണം, അതായത് സദാ സാത്വികരായിട്ടുള്ള ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തേ, അങ്ങയുടെ ചംക്രമണം എന്ന് വെച്ചാൽ ഈ സഞ്ചാരം. അദ്ദേഹം രഥത്തിൽ തൻ്റെ പത്നിയോടും മകളോടൊപ്പം ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അതെന്തിനാണെന്നാണ് മഹർഷി പറയുന്നത്. അങ്ങ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സജ്ജനങ്ങളെ, ഭക്തരായിട്ടുള്ള സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ആകെ എല്ലായിടത്തും പര്യടനം നടത്തി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു. ഇനി അതുമാത്രമല്ല, അസദാം വധായ, അസത്തുക്കളായിട്ടുള്ള, അതായത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ വധിക്കുന്നതിനും വേണ്ടിയാണ്, നൂനം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയാണ് അങ്ങ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. യഹ ത്വം, യഹ എന്തെന്നാൽ ത്വം അങ്ങ്, ശക്തി ഹി പാലിനി, ആ ഭഗവാന്റെ കർമ്മ എന്താ, മഹാവിഷ്ണുവിൻ്റെ സംരക്ഷണം, പരിപാലനം, സർവപ്രപഞ്ചത്തെയും പരിപാലിക്കുക എന്നതാണ് ഭഗവാന്റെ കർമ്മം. അപ്പോൾ ഭഗവാന്റെ പ്രതിനിധിയായിട്ട് ഭഗവാൻ നൽകിയ ശക്തിയാൽ അങ്ങ് ഈ ഭൂമിയെ സംരക്ഷിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അതാണ് ഹരേഹേ, ഭഗവാന്റെ പാലിനി, ഭഗവാന്റെ കർമ്മം ഉണ്ടല്ലോ, ആ പരിപാലന കർമ്മം, ആ കർമ്മമാണ് അങ്ങ് ഇപ്പോൾ ഈ ഭൂമിയിൽ നിർവഹിച്ചു വരുന്നത്. അപ്പം ഭഗവാൻ നൽകിയ ശക്തിയാലാണ് അങ്ങയുടെ ഉള്ളിൽ ഈ ഭൂമിയെ പരിപാലിക്കുക എന്ന കർമ്മം ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്നത് ഭഗവാനാണ്. കാരണം ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് ആ കർമ്മം, പരിപാലനം എന്ന കർമ്മം അങ്ങ് നിർവഹിച്ചു വരുന്നത്. അപ്പോൾ കർദമ മുനി പറയാണ്, അല്ലയോ രാജാവേ, അങ്ങ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയും അധർമ്മികളായിട്ടുള്ളവരെ വധിക്കാൻ വേണ്ടിയുമാണ് തേരിൽ കയറിയിട്ട് ഈ ഭൂമി മുഴുവനും ഇങ്ങനെ പര്യടനം നടത്തുന്നത്. തീർച്ചയായിട്ടും ഭഗവാന്റെ ശക്തി കൊണ്ടാണ്, ഭഗവാൻ നൽകിയ ശക്തിയാൽ, ഭഗവാന്റെ കർമ്മം, ഭഗവാന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് അങ്ങ് ഈ ധർമ്മം നിലനിർത്താനും ഭൂമിയെ പരിപാലിക്കാനും വേണ്ടി ആ കർമ്മം അങ്ങ് ചെയ്യുന്നത്. ഇനി ശ്ലോകം 51 പറയാണ്, ഇനി അങ്ങ് മാത്രമല്ല, ഈ ലോകത്തിലെ സർവചരാചരങ്ങളും ഭഗവാന്റെ പ്രതിനിധിയായി, ഭഗവാൻ നൽകുന്ന, ആ പ്രകൃതി നൽകുന്ന ശക്തി കൊണ്ടാണ്, ആ പ്രകൃതി എന്ന ശക്തി കൊണ്ടാണ് ആ കർമ്മങ്ങളെ ചെയ്യുന്നത്. അതാണ് 51 പറയുന്നത്. യഹ അർക്ക ഇന്ദു അഗ്നി ഇന്ദ്ര വായൂനാം യമ ധർമ്മ പ്രചേതസാം രൂപാണി സ്ഥാന ആദത്സേ തസ്മൈ ശുക്ലായ തേ നമഃ. അങ്ങ് മാത്രമല്ല, കർദമ മഹർഷി പറയാണ്, മനു സമ്രാട്ട് അദ്ദേഹത്തിന് ഈ കർമ്മം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ തന്നെയാണ്, ആ പ്രകൃതി തന്നെയാണ്, ശക്തിയാണ് കർമ്മം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത്. ശക്തിയില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല. സർവ ശരീരവും മനസ്സും ബുദ്ധിയും ചലിപ്പിക്കുന്നത് ആ ശക്തിയാണ്. അപ്പോൾ ആ ശക്തി ഈ അങ്ങയിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത് എന്ന്. യഹ എന്ന് വെച്ചാൽ ആരാണോ, അർക്ക സൂര്യനായി,
ഇന്ദു ചന്ദ്രനായി, അഗ്നി അഗ്നിദേവനായി, ഇന്ദ്രൻ സ്വർഗത്തിൻ്റെ രാജാവായ ഇന്ദ്രദേവനായി, വായുന കാറ്റ് അതിൻ്റെ ദേവനായിട്ട് വായുദേവനായി, യമരാജാവ് എല്ലാ ശിക്ഷകളും നൽകുന്ന യമരാജാവായും, ധർമ്മദേവനായും ധർമ്മത്തിൻ്റെ പരിപാലകനായ ധർമ്മദേവനായും, പ്രചേതസാം ജലത്തിൻ്റെ ദേവനായിട്ടുള്ള വരുണദേവനായിട്ടും, രൂപാണി രൂപത്തെ ധരിച്ച്, സ്ഥാന എന്ന് വെച്ചാൽ ആ സമയത്ത് കൃത്യം വരേണ്ട സമയത്ത് ആദർശേ വരുന്നത് അങ്ങാണല്ലോ എന്ന്. അപ്പൊ ഭഗവാനെ അങ്ങ് തന്നെയാണ് സൂര്യദേവനായിട്ട് കർമ്മം സൂര്യനായി ഉദിച്ചു നിൽക്കുന്നതും, കൃത്യം വരേണ്ട സമയത്ത് ഉദിച്ച് പ്രകാശം നൽകി. എന്നാൽ സദാസമയവും ഭൂമിക്ക് പ്രകാശം വെയിലും അടിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഭൂമിയെ ഒന്ന് തിരിച്ച് രാവും പകലുമാക്കി. അപ്പോൾ രാത്രിയാവുമ്പോൾ അവിടെ ചന്ദ്രനെ വരുത്തി. അതുപോലെ ചന്ദ്രനായി വന്ന്, അഗ്നിയായി വന്ന്, വായുദേവനായി വന്ന്, ജലത്തിൻ്റെ വരുണദേവനായി വന്ന്, യമരാജാവായി വന്ന്, അതുപോലെ ധർമ്മദേവനായും ഒക്കെ വേണ്ട സമയത്ത് അതാത് സമയത്ത് രൂപം ധരിച്ച് വരുന്നത് അങ്ങ് തന്നെയാണ്, ആ ഭഗവാൻ തന്നെയാണ്. തസ്മേ അങ്ങനെയുള്ള ഭഗവാനെ ശുക്ലായ ഒരു കലർപ്പുമില്ലാത്ത അത്രയ്ക്കും പരിശുദ്ധമായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ ആ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് സ്വയംഭൂവ മനുവിൽ ശക്തിയായിരുന്നു കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത്. ഇനി അങ്ങു മാത്രമല്ല, സൂര്യനും ചന്ദ്രനും വായുദേവനും വരുണദേവനും ജലദേവനും യമരാജാവും ധർമ്മദേവനും ഒക്കെ ആ ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ എടുത്ത രൂപങ്ങൾ തന്നെയാണ് അതാത് സമയത്ത്. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്ലോകം 52, 53, 54 ഒരുമിച്ചാണ് പറയുന്നത്. ന യഥാ രഥമാസ്തായ ജൈത്രം മണിഗണാർപ്പിതം വിസ്ഫുർജത് ചണ്ഡകോദണ്ഡോ രഥേന ത്രാസയൻ അഘാൻ സ്വസൈന്യ ചരണക്ഷുണ്ണം വേപയൻ മണ്ഡലം ഭുവഃ വികർഷൻ ബൃഹദീം സേനാം പര്യടസി അംശുമാൻ ഇവ തദാ ഏവ സേതവഃ സർവൈ വർണ്ണാശ്രമ നിബന്ധന ഭവത് രചിത രാജൻ ഭിദ്യേരൻ ബദ ദസ്യുഭിഃ ന യഥാരഥമാസ്തായ ജൈത്രം മണിഗണാർപ്പിതം വിസ്ഫുർജത് ചണ്ഡകോദണ്ഡോ രഥേന ത്രാസയൻ അഘാൻ സ്വസൈന്യ ചരണക്ഷുണ്ണം വേപയൻ മണ്ഡലം ഭുവഃ വികർഷൻ ബൃഹദീം സേനാം പര്യടസി അംശുമാനിവ തദാ ഏവ സേതവഃ സർവൈ വർണ്ണാശ്രമ നിബന്ധനഃ ഭവത് രചിതാ രാജൻ ഭിദ്യേരൻ ബദ ദസ്യുഭിഃ. അപ്പം പറയാണ്, അങ്ങിപ്പോൾ ഈ ഭൂമിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഭൂമി മുഴുവൻ ഇങ്ങനെ ചുറ്റി നടക്കുന്നത്. ഭക്തരെ ധർമ്മം ചെയ്യുന്ന നല്ലവരായ ജനങ്ങളെ സംരക്ഷിക്കാനും അധർമ്മികളെ വധിക്കാനും അങ്ങനെ ഭൂമിയിൽ ധർമ്മം നിലനിർത്താനും വേണ്ടിയാണ് അങ്ങ് ഇപ്പോൾ ഈ പര്യടനം നടത്തുന്നത്. അങ്ങ് അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങ് അത് ചെയ്തില്ലെങ്കിൽ വരുന്ന അവസ്ഥ എന്ത്? അതാണ് ഈ ഒരു ശ്ലോകങ്ങൾ, ഈ 52, 53, 54 ശ്ലോകങ്ങളിൽ പറയുന്നത് കേട്ടോ. അതാണ് പറയുന്നത്. രഥമാസ്തായ രഥത്തിൽ കയറിയിട്ട് അങ്ങ്, അതായത് സ്വയംഭൂവ മനുവിനോട് പറയാണ്, അങ്ങ് രഥത്തിൽ കയറി ജൈത്രം വിജയകരമായ മണിഗണാർപ്പിതം എന്ന് വെച്ചാൽ സ്വർണം കൊണ്ട് വളരെ രത്നങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ട രഥത്തിൽ കയറി അങ്ങ് വിജയകരമായി ഈ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പോൾ സഞ്ചരിക്കുമ്പോൾ വിസ്ഫുർജത്ത് മുഴങ്ങിക്കേക്കുകയാണ്, ചണ്ഡകോദണ്ഡം അതായത് വില്ല് കുലച്ച് ആ ഞാറ്റുലി ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണെന്ന് ഭൂമിയിലുടനീളം. അങ്ങനെ വെറുതെ സ്വന്തം പടയോടൊപ്പാണ് പോകുന്നത്. രഥത്തിൽ കയറിയിട്ട് വിജയകരമായ ഒരു ജൈത്രയാത്ര ഈ ഭൂമിയിൽ നടത്തുമ്പോൾ ഭൂമിയിലുടനീളം ആ ഞാണുലി ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയാണ്. അങ്ങയുടെ വില്ലിൻ്റെ ഞാണുലി ശബ്ദം മുഴങ്ങി കേട്ടപ്പോൾ അങ്ങനെയുള്ള രഥത്തിൻ്റെ ആ ശബ്ദം, രഥം വരുന്ന ശബ്ദവും അവിടെ മുഴുവൻ എല്ലായിടത്തും മുഴങ്ങി കേൾക്കാം. അത് കേൾക്കുമ്പോൾ ത്രാസയൻ ഭയക്കുന്നു, അഘാൻ പാപികളിൽ നിന്ന്, തെറ്റ് ചെയ്യുന്ന അധർമ്മം ചെയ്യുന്ന ആളുകൾ അത് കേൾക്കുമ്പോൾ ഭയക്കുന്നു. കാരണം അങ്ങ് ധർമ്മത്തെ നിലനിർത്താനാണ് വരുന്നത്. ആ വരുന്ന ശബ്ദം, ആ വില്ല് കുലയ്ക്കുന്ന ആ ഞാണൂലി ശബ്ദം കേൾക്കുമ്പോൾ, ആ രഥത്തേരി വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഭയമാണ്. കാരണം അവരെ വധിക്കാനാണ് വരുന്നത്. അങ്ങനെ അവർ ഭയക്കുന്നു. സ്വസൈന്യം ചരണക്ഷുണ്ണം,
അങ്ങയുടെ സൈന്യത്തിൻ്റെ പാദം, ചരണം എന്ന് വെച്ചാൽ പാദത്തിൻ്റെ ചവിട്ടേറ്റിട്ട് ഭുവമണ്ഡലം, ഈ ഭൂമി മുഴുവനും വേഭയം വിറയ്ക്കുന്നു എന്ന്. അതായത് അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ ഭയം, ഭൂമി അങ്ങനെ വിറയ്ക്കുകയാണ്. അങ്ങ് ആ പര്യടനം നടത്തുമ്പോൾ ആ സൈന്യത്തിൻ്റെ പാദത്തിൻ്റെ ചവിട്ടേറ്റിട്ട് ഭൂമി മുഴുവൻ വിറയ്ക്കുന്നു. എന്നിട്ട് പറയാനും വികർഷൻ അങ്ങാണെങ്കിൽ ബൃഹദീം സേന, വളരെ വലിയൊരു സൈന്യത്തെ വികർഷൻ നയിച്ചുകൊണ്ടാണ് പര്യടനം ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അംശുമാൻ ഇവാണ്, അതായത് സൂര്യദേവൻ, അംശുമാൻ സൂര്യദേവൻ രഥത്തിൽ കയറി പര്യടനം നടത്തുന്നത് ഇവ എന്നതുപോലെ തോന്നും. അങ്ങ് നടത്തുന്ന ഈ യാത്ര അത്രയും ശുഭകരമാണ് അതെന്ന്. ഭൂമിയിൽ ധർമ്മം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന യാത്രയാണ്. അപ്പോൾ രത്നങ്ങൾ പതിപ്പിച്ച രഥത്തിൽ കയറി അങ്ങ് വിജയകരമായി ചൈത്രയാത്ര നടത്തുകയാണ്. രഥത്തിൽ ഈ ഭൂമി മുഴുവൻ ചുറ്റിക്കിട്ടും. അപ്പോൾ അങ്ങ് രഥത്തിൽ പോകുമ്പോൾ ആ രഥത്തിൻ്റെ ശബ്ദം, അതുപോലെ അങ്ങ് ഞാനൊരു മുഴക്കുന്ന ശബ്ദം, ഇത് വരുമ്പോൾ പാപം ചെയ്യുന്ന ആളുകൾ വളരെയധികം ഭയക്കുന്നു. ആ സൈന്യത്തിൻ്റെ പാദങ്ങളുടെ ചവിട്ടേറ്റിട്ട് ഭൂമി കിടന്ന് വിറക്കുകയാണ്. അത്രയും ബൃഹത്തായ ഒരു സൈന്യത്തെയും കൊണ്ടാണ് അങ്ങ് ഈ ചൈത്രയാത്ര നടത്തുന്നത്. ഇത് കാണുമ്പോൾ സൂര്യദേവൻ രഥത്തിലേറി പര്യടനം നടത്തുന്നത് പോലെ തോന്നുന്നു. അത്രയും തേജസ്സുള്ളൊരു യാത്രയാണ് അത്. എന്നിട്ട് പറയാണ് ആ ശ്ലോകത്തിൻ്റെ ഏറ്റവും ആദ്യം ന യഥാ, യഥാ എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും, ന ഇല്ല എങ്കിൽ, പര്യടസി ഈ പര്യടനം അങ്ങ് നടത്തുന്നില്ല എങ്കിൽ, തഥായേവ അപ്പോൾ എന്താ സംഭവിക്കുക, സേതവ സർവേ, സേതവ സകല ധാർമ്മിക മൂല്യങ്ങളും, സർവ എന്ന് വെച്ചാൽ എല്ലാ ധാർമ്മിക മൂല്യങ്ങളും, അതുപോലെ വർണ്ണാശ്രമ നിബന്ധന, വർണ്ണ ആശ്രമങ്ങൾ, 4 വർണ്ണങ്ങളിലും 4 ആശ്രമങ്ങളിലും ഉള്ളവർ പാലിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ, നിബന്ധനകൾ ഇവയും ഭഗവത് രചിത, ഇവയെല്ലാം ഭഗവാനാൽ രചിക്കപ്പെട്ടതാണ് എന്ന് വെച്ചാൽ എന്താ, ഭഗവാൻ തന്നെ വ്യാസദേവനായി അവതരിച്ച് 4 വേദങ്ങളിലൂടെ ഭഗത്ത്, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ 4 വേദങ്ങളിലായിട്ട് നമ്മൾക്ക് മനുഷ്യർക്ക് വർണ്ണാശ്രമധർമ്മം, അതായത് പുരുഷാർത്ഥങ്ങളെ, ഓരോ ധർമ്മം അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ അനുസരിച്ച് പാലിച്ച് ഈ ഭൗതിക ലോകത്ത്, ഈ സംസാര ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാൻ ഭഗവാൻ തന്നെയാണ്. 4 വർണ്ണങ്ങൾ, 4 ആശ്രമങ്ങൾ, 4 വർണ്ണങ്ങളിലും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, 4 ആശ്രമങ്ങളിൽ പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, അവിടെയുള്ള അതിൻ്റെ ഓരോരോ കാലഘട്ടങ്ങളിലും ഉപേക്ഷിക്കേണ്ടത്, അങ്ങനെയുള്ള നിബന്ധനകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ബ്രഹ്മചര്യകാലത്ത് പാടില്ലാത്തത്, ഗാർഹസ്ഥ്യത്തിൽ പാടില്ലാത്തത്, വാനപ്രസ്ഥം, സന്യാസം, ഇവയിലൊക്കെ ഉപേക്ഷിക്കേണ്ടതെന്ത്, പാലിക്കേണ്ടതെന്ത്, ഇങ്ങനെയുള്ള നിബന്ധനകൾ, അതുപോലെ സകല വിധത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങളും ഇവയൊക്കെ ഭഗവാനാൽ രചിത, ഭഗവാനാൽ രചിക്കപ്പെട്ട് വ്യാസദേവനിലൂടെ വേദങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് ഭഗവാൻ തന്നെയാണ് വ്യാസദേവനായി അവതരിച്ച് ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അല്ലയോ രാജൻ, ദസ്യുബിഹി, ദസ്യുബിഹി എന്ന് വെച്ചാൽ ഈ അധർമ്മികളായ ആളുകളാൽ വിദ്യേരൻ ഉടയ്ക്കപ്പെടുമെന്ന്. അങ്ങേ ഈ ഒരു പര്യടനം നടത്തിയില്ലെങ്കിൽ ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. അധർമ്മികൾ പെരുകും, അവര് ധർമ്മത്തെ നശിപ്പിക്കും. അതാണ് ദസ്യുബിഹി, അധർമ്മികളായ ആളുകളാൽ വിദ്യേരൻ എന്ന് വെച്ചാൽ ഉടയ്ക്കപ്പെടും, എന്ന് വെച്ചാൽ പൊട്ടിപ്പോവും, എന്ന് വെച്ചാൽ നശിച്ചു പോകും എന്നർത്ഥം. ബദാ, കഷ്ടം തന്നെയാണ് ഭഗവാനെ. അപ്പൊ അങ്ങ് ഈ യാത്ര ചെയ്യുന്നത് അത്യുത്തമമാണ്. അങ്ങ് ഇങ്ങനെ ഒരു ഭൂമി മുഴുവൻ ഒരു പര്യടനം നടത്തിയില്ല എങ്കിൽ ഇവിടെ എന്താ സംഭവിക്കും, നമ്മൾ ഇന്നത്തെ പോലെ ഒരു രാജ്യമോ ഒരു സംസ്ഥാനമോ ഒന്നും ഭരിക്കലല്ലോ, ഭൂമി മുഴുവനാണ് ഒരു രാജാവ് ഭരിക്കുന്നത്. അപ്പോൾ പല പല ആളുകളെ വെച്ചല്ല, ആ രാജാവ് തന്നെ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് പര്യടനം നടത്തുകയാണ്. അപ്പോഴാണ് ഓരോരോ രാജ്യങ്ങളിലും ഓരോരോ സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കി ധർമ്മത്തെ നിലനിർത്തി സജ്ജനങ്ങളെ സംരക്ഷിച്ച് ദുഷ്കർമ്മം ചെയ്യുന്നവരെ വധിച്ച് ധാർമ്മിക മൂല്യങ്ങളെ ഭൂമിയിൽ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങ് ഈ യാത്ര നടത്തുന്നത് വളരെ അത്യുത്തമമാണ്. അങ്ങ് ഒരു പക്ഷേ ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള ധാർമ്മിക മൂല്യങ്ങളും നശിക്കും, വർണ്ണാശ്രമ ധർമ്മങ്ങളിലുള്ള നിബന്ധനകളൊക്കെ നശിക്കും, സ്വധർമ്മമൊക്കെ നശിക്കും. അങ്ങനെ ഭഗവാനാൽ വിരചിതമായ എല്ലാ പുരുഷാർത്ഥങ്ങളും ഇവിടെ അധാർമികളാൽ നശിച്ചു പോവുകയും ചെയ്യും. അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. ഈ ശ്ലോകം 55. അധർമ്മശ്ച സമേധേദ ലോലുഭൈ വ്യങ്കുശൈ നൃഭിഃ ശയേന ത്വയി ലോക അയം ദസ്യുഗ്രാസ്തഃ വിനക്ഷ്യതി.
അധർമ്മശ്ച സമേതേത ലോലുഭൈഹി വ്യങ്കുശൈ നൃഭിഹി ശയേനത്വയി ലോക അയം ദസ്യുഗ്രാസ്തഃ വിനക്ഷ്യതി. അധർമ്മശ്ച, അധർമ്മവും സമേതേത വളർന്നു വരുന്ന, ഇവിടെ അധർമ്മം വളർന്നു വരും ആരിലൂടെ? ലോലുപൈ. ലോലുപൈ എന്ന് വെച്ചാൽ പണം നേടണം, പൈസ ഉണ്ടാക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ. അതുപോലെ വ്യങ്കുശൈ, വ്യങ്കുശൈ എന്ന് വെച്ചാൽ അലസന്മാരായിട്ടുള്ള ആളുകൾ എന്നിങ്ങനെയുള്ള നൃപി എന്നിങ്ങനെയുള്ള മനുഷ്യർ പെരുകുമ്പോൾ അധർമ്മശ്ച സമേധേത, അധർമ്മവും അതുപോലെ തന്നെ ഇവിടെ പുഷ്ടിപ്പെടും. പണം ഉണ്ടാക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായി കരുതുന്ന ആളുകളാലും അലസന്മാരായിട്ടുള്ള മനുഷ്യരങ്ങനെ ആയി മാറുമ്പോൾ ആളുകളാലും നിറയുമ്പോൾ ഭൂമിയിൽ അധർമ്മം വളരെയധികം പുഷ്ടിപ്പെടും. ത്വയി ശയേന, ത്വയി അങ്ങ് സ്വയംഭൂവ മനുവിനോട് പറയാണ് അങ്ങ് ശയേന. ശയേന എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അങ്ങ് ഒരു വിശ്രമിച്ചിട്ട് കൊട്ടാരത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു അലസമായിട്ട് ഇങ്ങനെ വിശ്രമാവസ്ഥയിൽ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ ലോകത്ത് ഇതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവും. അപ്പോൾ ലോകഹ അയം, ഇപ്പോൾ ഈ കാണുന്ന ലോകം ദസ്യുഗ്രാസ്തഃ, അധർമ്മികളാൽ ഗ്രാസ്തഃ വിഴുങ്ങപ്പെട്ടിട്ട് വിനക്ഷ്യതി, പൂർണ്ണമായും നശിച്ചു പോകും. അതാണ് പറഞ്ഞത്. അപ്പം അങ്ങ് ഒരു പക്ഷേ ഇങ്ങനെയുള്ള പര്യടനം ഒന്നും നടത്താതെ ഇരുന്നോടത്ത് ഇരുന്ന് ഒരലസമായി അങ്ങ് ഒരു വിശ്രമാവസ്ഥയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പണം ഉണ്ടാക്കൽ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകളും അലസന്മാരായിട്ടുള്ള മനുഷ്യരും പെരുകിയിട്ട് അധർമ്മം പുഷ്ടിപ്പെടുകയും അങ്ങനെയുള്ള അധർമ്മികളാൽ വിഴുങ്ങപ്പെട്ട് ഇന്ന് ഈ കാണുന്ന ലോകം നശിച്ചു പോവുകയും ചെയ്യും. അതാണ് ആ ശ്ലോകത്തിലെ അർത്ഥം. ഇത്രയും പറഞ്ഞിട്ട് കർദമ മഹർഷി പറയാണ്, അതുകൊണ്ട് അങ്ങയുടെ യാത്ര അത്യധിക ഉത്തമമാണ്. എങ്കിൽ പോലും അങ്ങ് എന്തിനാണ് എൻ്റെ ആശ്രമ പരിസരത്തിലേക്ക് വന്നത്? ആ ഒരു കാര്യം അങ്ങ് എന്നോട് പറയൂ എന്ന് അവസാനമായിട്ട് കർദമ മഹർഷി പറയാണ്. അതാണ് ശ്ലോകം 56. അതാ അഭി പൃച്ഛേ ത്വാം വീര യഥാർത്ഥം ത്വം ഇഹ ആഗതഃ തത് വയം നിർവ്യളീകേന പ്രതിപദ്യാമഹേ ഹൃദ. അതായത് അതാ അഭി എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പൃച്ഛേ ഞാൻ ചോദിക്കുന്നു, ത്വാം അങ്ങയോട്, വീര അല്ലയോ വീരനായ ചക്രവർത്തി, യഥാർത്ഥം എന്ത് കാര്യത്തിനാണ് ത്വം അങ്ങ് ഇഹ ഇവിടെ ആഗതഃ വന്നെത്തിയത്? അങ്ങ് നടത്തുന്ന ഈ പര്യടനമൊക്കെ അത്യുത്തമമാണ്. ഇത് നടത്തിയില്ലെങ്കിൽ ഭൂമിയിൽ അധർമ്മമൊക്കെ ഉണ്ടാവും. അങ്ങയുടെ ഈ യാത്രയുടെ ലക്ഷ്യം ധർമ്മത്തെ നിലനിർത്തി അധർമ്മികളെ വധിക്കുക എന്നതാണ്. ഇതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, എന്താവശ്യത്തിനായിട്ടാണ് അങ്ങ് എൻ്റെ ആശ്രമ പരിസരത്ത് വന്നെത്തിയത്? തത് വയം, അതെന്ത് തന്നെയാണെങ്കിലും, അതെന്താവശ്യമാണെങ്കിലും വയം ഞാൻ നിർവ്യളീകേന, കപടമില്ലാത്ത മനസ്സോടെ, കാപട്യമില്ലാത്ത മനസ്സോടെ, ഹൃദ എന്ന് വെച്ചാൽ മനസ്സോടെ, പ്രതിപദ്യാമഹേ അത് ഞാൻ സാധിച്ചു തരാം. അപ്പം അങ്ങ് എൻ്റെ ആശ്രമ പരിസരത്ത് വന്നത് എന്തിനാണ്? അതെന്താണെങ്കിലും ഞാൻ നിഷ്കളങ്കമായ മനസ്സോട് കൂടിയിട്ട് അങ്ങയുടെ ആഗ്രഹത്തെ ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് അധ്യായം 22 കർദമ മുനിയും ദേവഹൂതിയും തമ്മിലുള്ള വിവാഹം. അതാണ് നമ്മളിനി അടുത്തത്. അവരുടെ വിവാഹത്തെക്കുറിച്ചാണ് നമ്മളിനി അടുത്ത അധ്യായത്തിൽ കാണാൻ പോകുന്നത്. അതിനി അടുത്ത ആഴ്ച. മനസ്സിലായി?